ജി സുധാകരന്റെ നിലപാട് നിർഭാഗ്യകരമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നും MA ബേബി പറഞ്ഞു. അതേസമയം പ്രവർത്തിച്ച പാർട്ടിയെ എന്തിന് തള്ളിപ്പറഞ്ഞുവെന്ന് സുധാകരൻ വ്യക്തമാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. സഹോദരൻ ഭുവനേശ്വറിനെ കൊലപ്പെടുത്തിയത് KSUകാരാണെന്ന് സുധാകരൻ മറക്കരുതെന്ന് AK ബാലൻ ഓർമ്മപ്പെടുത്തി. ജി സുധാകരൻ സ്വീകരിച്ച നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ പ്രതികരിക്കും. പ്രവർത്തിച്ച പാർട്ടിയെ എന്തിന് തള്ളിപ്പറഞ്ഞുവെന്ന് സുധാകരൻ വ്യക്തമാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. ജി സുധാകരന് ഒരു ദ്രോഹവും പാർട്ടി ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അതിനെല്ലാം മറുപടി പറയാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. നേതൃത്വം അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയും. അതിശയോക്തിപരമായ ഒരു കാര്യവും പാർട്ടിക്ക് മറച്ചു വെക്കാനോ ഒന്നുമില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അത് മറുപടി പറയും. പാർട്ടിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ, പാർട്ടി ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതെല്ലാം പറഞ്ഞ കാര്യമല്ല. അതെ, ആരെപ്പറ്റി പറഞ്ഞാലും എന്നെപ്പറ്റി പറഞ്ഞോ നിങ്ങളെപ്പറ്റി പറഞ്ഞെന്നുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. ജി സുധാകരന് അതൃപ്തി ഉണ്ടാകുന്നതൊന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് CPIM മുതിർന്ന നേതാവ് AK ബാലൻ പ്രതികരിച്ചു. അതിലെന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടാക്കത്തക്ക രൂപത്തിൽ പാർട്ടിയുടെ ഒരിടപെടലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വിചാരിച്ചതിനേക്കാളും നല്ല പ്രോത്സാഹനമാണ് പാർട്ടി ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൽ നൽകിയിട്ടുള്ളത്. പാർട്ടി ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിട്ടുള്ള പൊസിഷൻ അദ്ദേഹം തന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ച സമയത്ത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞതല്ലേ. ജി സുധാകരന് പാർലമെന്ററി വ്യാമോഹമാണെന്ന് അമ്പലപ്പുഴ MLA H സലാമും പ്രതികരിച്ചു. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലേക്ക് ഇതുപോലൊരു സാഹചര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് വർഷങ്ങളിൽ നിന്ന് അദ്ദേഹം കൂടി അധ്വാനിച്ചുണ്ടാക്കിയൊരു പാർട്ടി ഒക്കെയാണ്, അതൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അത് പറയുമ്പോഴും ദീർഘനാൾ മറ്റ് ആൾക്കും ലഭിക്കാത്തൊരു പരിഗണന ലഭിച്ച ഒരാൾ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് ജി സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലത്ത് പോയിട്ടുള്ളൂ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.